റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ഫ്രീ ടിപ്സ് ആണ് കേട്ടോ. സോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ റീൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ റീൽ. അപ്പോൾ ഞാനിന്നൊരു റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ആ റീലിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് റെഡി ആവുന്നത്, മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു കാഞ്ചിപുരം സാരിയാണ്. സാരി വെച്ചിട്ടാണ് ഇന്നത്തെ റീൽ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. സോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഞാൻ മേക്കപ്പ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഫസ്റ്റ്ലി സ്കിൻ കെയർ ഞാനിവിടെ എടുക്കുന്നത് കോസ്റെക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ് കേട്ടോ എടുക്കുന്നത്. മോയ്സ്ചറൈസർ ഐ എം യൂസിങ് ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് കുറച്ച് എടുക്കും. പ്ലമ്മിൻ്റെ ലിപ് ബാം, പ്ലമ്മിൻ്റെ ക്യാൻഡി മെൽസ് സ്ട്രോബെറി ടിൻഡർ ലിപ് ബാമാണ്. സൺസ്ക്രീന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ വീടിൻ്റെ അകത്ത് തന്നെ, ഇപ്പോൾ നൈറ്റ് ആവാനായി, ഈവനിങ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഞാൻ വീടിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ പുറത്ത് പോകാത്തതുകൊണ്ട് പിന്നെ ഇന്ന് സൺസ്ക്രീൻ എന്താ വെയിൽ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈവനിങ് ആയി, നൈറ്റ് ഇപ്പോൾ എൻ്റെ മേക്കപ്പ് കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും നൈറ്റ് ആവുമായിരിക്കും. സോ ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാന്ന്. സ്കിൻ കെയർ ഇസ് ഡൺ. സോ നെക്സ്റ്റ് പ്രൈമർ. Next I am using this color corrector. പിന്നെ ഞാൻ ആക്ച്വലി ഒരു ഭയങ്കര പ്രൊഫഷണലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ബട്ട് എൻ്റെതായിട്ടുള്ള രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരുടെ ഫോളോ ചെയ്യാം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ യൂസിങ് ദിസ് ഓറഞ്ച് കറക്റ്റർ. ഓക്കെ, ഗ്രീൻ കറക്റ്റർ ഞാൻ യൂസ് ചെയ്യുന്നത്. ചെറിയ പിഗ്മെൻറ്റ്സ് ഇതുണ്ട്, ചെറിയ പിമ്പിൾ മാർക്സ് കാര്യങ്ങളുണ്ട്, പിമ്പിൾ വന്ന് പോയ മാർക്സ്, ആക്നി മാർക്സ് കാര്യങ്ങൾ. അപ്പം അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടത് ബ്ലെൻഡ് ചെയ്യാം. സോ എൻ്റെ മുഖത്ത് ഈ ഒരു സൈഡിൽ ഇപ്പം അത്യാവശ്യം കുറച്ച് ആക്നി സ്കാർസുകളുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തൊട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടാ ഹയറിൻ്റെ. അപ്പോൾ നമ്മളൊരു 7 day ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നു. സോ ഇതിൻ്റെ കൂടെ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ 2 days യൂസ് ചെയ്ത ശേഷം എൻ്റെ മുഖത്ത് ചെറിയ പിമ്പിൾസ് ചെറിയ പിമ്പിൾസ് ആൻഡ് അത് പോയിട്ട് അതിൻ്റെ മാർക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2nd day വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു, ചലഞ്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. സോ അതിന് മുന്നേ ഈ വീഡിയോ എടുത്തു. എനിവേസ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ സ്കിന്നിന് മേ ബി ആ ഒരു പ്രൊഡക്റ്റ് സ്യൂട്ട് ആവില്ലായിരിക്കാം. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിൽ ചെറിയ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് ഇങ്ങനെ ഫ്രാഗ്രൻസ് ഉള്ള സംഭവങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പിമ്പിൾസ് വരാറുണ്ടായിരുന്നു മുന്നേ. സോ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അത് ബെസ്റ്റ് ആയിരിക്കാം. സോ ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഇത് ആക്ച്വലി വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫേവറേറ്റ് കൺസീലർ കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് മുന്നേ യൂസ് ചെയ്ത് തീരാനായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ബോട്ടിൽ കാലിയുടെ മേബലൈൻ ഫിറ്റ് മീ കൺസീലറാണ്. സോ ഞാൻ കുത്തി എടുക്കണം. ലെറ്റ്സ് ഡു ഇറ്റ്.
ഓക്കെ, പ്രോഡക്റ്റ് തീരുന്നത് കൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ശരിക്കും ചില ഭാഗത്ത് മാത്രമേ ഇതുള്ളൂ. സോ ഇതേപോലെ റീസ്റ്റോക്ക് ചെയ്യണം. അത്രയൊക്കെ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പറ്റുന്ന പോലെ. കാരണം നമ്മൾ അതിൽ പ്രൊഡക്റ്റ് കുറവാണ് കൺസീലർ. സോ സാറിൽ നമുക്ക് ഫൗണ്ടേഷൻ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഫോറെവറിൻ്റെ ഫൗണ്ടേഷൻ ആട്ടോ എടുക്കുന്നത്. നല്ലൊരു കവറേജ് തരുന്ന ഫൗണ്ടേഷൻ നോക്കുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് ഗുഡ് ഫൗണ്ടേഷൻ ഫോർ കവറേജ്, ബെസ്റ്റ് കവറേജ് തരും. സോ നമുക്ക് യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻ വളരെ കുറച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര പുട്ടിയടിച്ചൊരു ഫീൽ വരും. നമ്മൾ ഭയങ്കര കുറച്ചെടുത്താൽ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഞാനിതിലേക്ക് ഒരു മീഡിയം ടു ഒരു ട്രഡീഷണൽ ആ ഒരു ലുക്കിലൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. സോ ഞാൻ ഫേസിൽ ഇങ്ങനെ മൊത്തം ഡോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് തരാം കേട്ടോ. ഇഫ് യു ആർ ഹാവിങ് എ ഡ്രൈ സ്കിൻ, അതായത് നിങ്ങൾക്കൊരു ഡ്രൈ സ്കിന്നാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് ഭയങ്കര എന്താ പറയുക ഡ്രൈ ആയിട്ട് ഫേസ് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സോ നിങ്ങൾ ഏതാണെങ്കിലും നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ എടുക്കാം. സോ ഏതെങ്കിലും ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫൗണ്ടേഷൻ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ സെറ്റിംഗ് സ്പ്രേ ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ നമുക്ക് ഒരു 2 ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. 2 ടൈംസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും. ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കത്തുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് ഇത് ബ്ലെൻഡായി പോകും. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഡ്രൈ സ്കിന്നുള്ളവർ നല്ലൊരു മോയ്സ്ചറൈസർ സിറം യൂസ് ചെയ്യുന്നവരാണ് നല്ലൊരു സിറം മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താലും അതിനോടൊപ്പം ഈ ഒരു ഹാറ്റ് മോഡ് ട്രൈ ചെയ്താൽ നല്ലൊരു ഗ്ലോ ഫിനിഷ് നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എപ്പോഴും ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം. ചിലവരാണ് ഇങ്ങനെ വലിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ മാക്സിമം ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇതൊക്കെ ഫ്രീ ടിപ്സാണ് കേട്ടോ. ഇനി ഒരു ടിപ്പ് കൂടെ ഉണ്ട്, പക്ഷെ അത് ഇതും കൂടെ കഴിഞ്ഞിട്ട് കാണിക്കാം. ഒരു സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞിട്ട് കാണിക്കാനുള്ള ടിപ്പാണ്. ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്നവർക്ക് ഇതൊരു സൊല്യൂഷനാണ് കേട്ടോ. സോ നമുക്ക് അടുത്തത് കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. സോ ഗൈസ്, ഞാൻ ഷുഗറിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് കോമ്പാക്ട് പൗഡറാണെങ്കിൽ യൂസ് ചെയ്യാം. ഭയങ്കര ഇപ്പോൾ നിങ്ങൾക്കൊരു ഗ്ലോയി മാറ്റ് ഫിനിഷാണ് നിങ്ങൾക്കത് കോമ്പാക്റ്റ് അത്യാവശ്യം ഇടാം. പക്ഷെ നിങ്ങൾക്ക് ഗ്ലോയി ആയിട്ടുള്ള ഫിനിഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്താൽ മാത്രമാണ്. സോ ഞാനൊരു ഗ്ലോയി ഫിനിഷാണ് നോക്കുന്നത്. സോ മെയിൻലി ഐൻ്റെ അടിയിലൊക്കെയാണ് ഒരു ഗ്രീസ് ആയിട്ട് വരാം. സോ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് മാറും. സോ ഞാൻ ഐൻ്റെ ഇവിടേക്ക് ഒന്ന് ടച്ചപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ഹാക്ക്. നിങ്ങൾക്കൊരു ഗ്ലോ ആയിട്ടുള്ളൊരു ഫിനിഷാണ് വേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിന്നാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കോമ്പാക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സോ ഞാനൊരു സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. സോ ചെറിയൊരു ഗ്ലോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ വേറൊരു ഇത് പറഞ്ഞാൽ നമുക്ക് ഗ്ലോ മേക്കപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളെ ഫൗണ്ടേഷൻ്റെ കൂടെ സ്ട്രോക്ക് ക്രീം അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ ആക്ച്വലി ചില സമയത്ത് ചെയ്യാറുണ്ട്, ഞാൻ മറന്നുപോയതാണ്. സോ നമുക്കിനി ഹൈലൈറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ പാക്കിൻ്റെ ഐബ്രോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. എന്താ പറയുന്നത്, സോ ഐബ്രോസിന് ഞാൻ അധികം ബ്രൗൺ ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുക. ബ്രൗൺ ആൻഡ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഗായ്സ്, എനിക്കിങ്ങനെ ഒരു തിക്കായിട്ട് ഫില്ല് ചെയ്യാനാണ് ഇഷ്ടം. പലർക്കും പല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ല് ചെയ്യാം. പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ മേക്കപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്യാത്തതിനൊരു പെർഫെക്ഷൻ കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല.
കുറേ ദിവസമായിട്ട് ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടിന്യൂ. ഐ മേക്കപ്പ് ചെയ്യാം. സോ ഞാൻ ഈ ന്യൂഡ് പാലറ്റിൽ നിന്ന് ഈ ഒരു ടെഡി എന്ന് പറഞ്ഞൊരു ന്യൂഡ് ഷെയ്ഡ് എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ക്രീസ് ലൈന് വരച്ചു കൊടുക്കാൻ പോവാണ്. ചെറിയൊരു ഗ്ലിറ്ററി പോലെയുള്ള ഫീൽ ചെയ്യുന്ന ഒരു ഷെയ്ഡ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഈ ഒരു കോർണേഴ്സിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഗ്രേപ്പ് കളറാണ്, പ്ലസ് ഒരു ലിറ്റിൽ ഗ്ലിറ്ററേ ഉള്ളൂ. അത് ആക്ച്വലി വീഡിയോയിൽ കാണാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു ലൈറ്റ് ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു കളർ യൂസ് ചെയ്യാം. ഞാൻ അടുത്ത പാലറ്റിലെ ഒരു ഗ്ലിറ്ററി പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ട്, അപ്ലൈ ചെയ്യാം. അത് ഈ ഒരു കോർണേഴ്സിൽ ചെയ്യാം കേട്ടോ. ചെറിയൊരു ഗ്ലിറ്റർ വിത്ത് അങ്ങനെ ഒരു ഷെയ്ഡിലോട്ട് നമ്മളെ ഐസ് വന്നിട്ടുണ്ട്. വീഡിയോയിൽ അത്രയും അങ്ങോട്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മിററിൽ ഇത് ഇസ് ഓക്കെ. ട്രഫിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തൊരു സ്മോക്കി ലൈക്ക് ഐസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുമില്ല, നമ്മളിങ്ങനെ ഐലാഷിൻ്റെ കൂടെ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ശരിയാവുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അന്ന് കുറച്ച് പെർഫെക്റ്റ് ആയിരുന്നു, എങ്ങനെയാവുമെന്ന് അറിയില്ല. അന്ന് ഇങ്ങനെ പെർഫെക്റ്റ് ആക്കി എടുത്തതാണ്. സോ നമുക്ക് ട്രൈ ചെയ്തിട്ട് മറക്കാം, അല്ലെങ്കിൽ ലൈനർ വെച്ചിട്ട് അങ്ങനെ ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഡു. നമ്മുടെ ഈ ഒരു ഐ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഐ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. പിങ്ക് പോലത്തെ എന്തെങ്കിലും ഷെയ്ഡ് നമ്മൾ ഇവിടെ ക്രീസിന് ഇവിടെ കൊടുക്കണം. ഈ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് വേറെ പക്ഷേ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ഐസിൻ്റെ ഇവിടെ കൊടുക്കാൻ പോകണം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇനി ഐലൈനർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കും. ഞാൻ അടിയിലും കൂടെ ഒന്ന് ലൈൻ ചെയ്യാനുണ്ട്. സാധാരണ ഞാൻ അടിയിൽ ലൈൻ ചെയ്യാറില്ല കേട്ടോ. കുറേ മുന്നേ ഞാൻ 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്താണ് വാട്ടർ ലൈൻ ചെയ്തിട്ടുള്ളത് കാജൽ വെച്ചിട്ട്. സോ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കാജലൊന്നും ഇല്ല. ബട്ട് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ലുക്കിന് ഒരു കാജലൊക്കെ വെച്ചിട്ട് ഇതാണ് കരുതിയിരുന്നു. സോ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഐലൈനർ വെച്ചിട്ട് തന്നെ ഞാൻ ലൈൻ ചെയ്തിട്ട് വാട്ടർ ലൈനിൽ ഐലൈനർ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി എനിക്കിത് വലിയ ഇഷ്ടമല്ല, ബട്ട് ഒരു ഡിഫറെൻറ്റ് ലുക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എഴുതിയതാണ്. സോ രസമുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് മസ്കാര. കോണ്ടൂർ ഞാൻ ഈ ഒരു പാലറ്റിൽ കോണ്ടൂർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു ബ്രൗൺ ഷെയ്ഡ്. എല്ലാ സമയത്തും ഇതുപോലെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല, ബട്ട് ഇത് നമ്മൾ കുറച്ചൊരു ട്രഡീഷണൽ ഒരു സാരി ലുക്ക് ആകുമ്പോൾ കുറച്ചൊരു ബോൾഡായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കോണ്ടൂർ ചെയ്യുന്നത്. ഈ സൈഡിൽ കുറച്ച് കൂടിപ്പോയി തോന്നുന്നു. ബ്ലഷ് ഞാനിവിടെ നൈക്കയുടെ ബ്ലഷാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കാറ്. സോ ഇന്നും ഞാൻ തന്നെ യൂസ് ചെയ്യാൻ വിചാരിച്ചു. നോസിൻ്റെ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ഒരു ലിറ്റിൽ ബ്ലഷ് കൊടുക്കാറുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഈ ഒരു പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്, ബട്ട് ഈ ഒരു പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്, ബട്ട് ലിപ്സ്റ്റിക്ക് ലൈൻ ചെയ്യാറുള്ള ബ്രഷ് യൂസ് ചെയ്യാറ്. സോ ഞാൻ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാണ്. നെക്സ്റ്റ് ഐ ആം യൂസിങ് ദിസ് നെക്സ്റ്റ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണം. ഇതൊരു പക്ക റെഡ് പോലത്തെ ലിപ്സ്റ്റിക്ക്, പക്ഷെ അതുകൊണ്ട് നമ്മൾ അധികം യൂസ് ചെയ്യാനുള്ള, വളരെ കുറച്ച് യൂസ് ചെയ്യാനുള്ളൂ.
ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ബൾബ് എത്തുന്ന ഫീല് പോലെ തോന്നുന്നത്. സോ ഞാൻ ഒന്നും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ. പ്ലമ്മിൻ്റെ ഇതൊരു ബ്രൗണിഷ് ഷെയ്ഡ് പോലത്തെ ലിപ്സ്റ്റിക്കാണ്. ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സ്ട്രോക്ക് ക്രീമും ഹൈലൈറ്ററും രണ്ടും അപ്ലൈ ചെയ്യാറുണ്ട്. സോ ഈ ബോട്ടിൽ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ലീക്കായ പ്രൊഡക്റ്റ് ഫസ്റ്റ് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുക. സോ ഈ നോസിൻ്റെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് വേണ്ടടുത്ത് ശരിക്കും ഇവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. ശരിക്കും ഇവിടേക്ക് ഹൈലൈറ്റർ ആയിട്ട് വരും. ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാലറ്റ് ഹൈലൈറ്റർ ഉണ്ട്, അതും കൂടെ യൂസ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ ഗ്ലോ ആയിട്ട് നിൽക്കുന്നതാണ് എനിക്കിപ്പോഴും ഇഷ്ടം. സോ ഷെയ്ഡ് ഇഷ്ടം ഷെയ്ഡിനനുസരിച്ച് ആക്കാം. സോ ഞാനിതില്ല ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഞാൻ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പോവാണ്. So guys, finally our makeup is done. So guys, അപ്പോൾ അത്രയോളം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ഇതുവരേക്കും ബൈ.